You are the shimmer of untold dreams, the glitter of innumerable stars, the wave unbroken by the shore, the key and the melodious note, the soft laughter of the jewels, the brilliance of the treasure trove. You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan Jewelers. ഇനി ദർശനയുടെ മുന്നിൽ കുറെ സ്ക്രിപ്റ്റുകൾ വരും. സോ മെനി തിങ്സ്. പക്ഷെ മാം ദർശന മാം ഹാസ് ടു ഡിസൈഡ് നോ. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ ഐ ഓൾവേസ് സീ ലൈക്ക് 8 people come to me with a കൊട. അങ്ങനത്തെ ഒരു എൻവയൺമെന്റ് ആയിരുന്നു. ദർശന അവിടുത്തെ എല്ലാം സപ്ലൈ ചെയ്യുന്ന ആളാണ്. അവിടെ പോയി ഫുഡ് വാങ്ങിച്ചു വരുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു, ഷെയർ ചെയ്യുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു ദർശന അവിടെ. നമ്മുടെ മലകളിലൊക്കെ ഡ്രൈവ് ചെയ്ത് ഭയങ്കര അൺസേഫ് ആണ്. ആ ഡ്രോൺ ഷോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വിട്ടു. എന്റെ ഫ്രണ്ട്സ് ആരും എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചത് ദർശന എന്താ വികൃതമായിട്ട് കാര്യങ്ങൾ. ഫീമെയിൽ സെൻട്രിക്കിന് ഉപരിയായി കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. അങ്ങനത്തെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ടൈപ്പ് ഫിലിംസ് അല്ല. ഈ 3 പെണ്ണുങ്ങളുടെ കഥ പറയാൻ നോക്കുന്നു. ഒരു ഹീറോ ഇല്ല. ഐ വാണ്ട് ടു എക്സ്പ്ലോർ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ആ ബോണ്ട്. ഞാൻ എൻ്റെ ഏതൊരു ഫിലിമിന്റെ സക്സസ് മീറ്റിന് ഞാൻ പോയ സമയത്ത് എന്നെ സംസാരിക്കാൻ വിട്ടില്ല എന്ന് പറയുന്നത് ഒക്കെ പറഞ്ഞിരുന്നു. ബട്ട് ആക്ച്വലി ഐ വാസ് നോട്ട്. എനിക്കത് ഞാനത് പേഴ്സണലായിട്ട് എടുത്തൊരു കാര്യമല്ലേ. മലയാളം കമന്റ്സ് കണ്ടിട്ടുണ്ട്, തെലുഗു, കന്നഡ, നിങ്ങൾ പറഞ്ഞ പോലെ പല സ്ഥലത്തു നിന്നും. സോ ഐ റിയലി താങ്ക് യു. ഇങ്ങനെ ആക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഒരു ഹ്യൂമൻ ബീങ്സ് ആണ് എന്ന് മനസ്സിലാക്കി ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ. മൂന്ന് കിഡ്ലൻ പേരുകളുള്ള ആൾക്കാരാണ് ഇന്ന് ക്യൂ സ്റ്റുഡിയോയിലുള്ളത്. ആദ്യം എൻ്റെ പേര്, ഞാൻ ഇന്ദ്രസേനൻ, ആൻഡ് വി ഹാവ് അനുപമ പരമേശ്വരൻ ആൻഡ് ദർശന രാജേന്ദ്രൻ. വെൽക്കം ടു ദ ക്യൂ സ്റ്റുഡിയോ. താങ്ക് യു. താങ്ക് യു. സീ യു. ഹൗ ആർ യു ഡൂയിങ്? രണ്ടുപേരും സൂപ്പർ സുഖമായിട്ടിരിക്കുന്നു. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പരതയുടെ വിശേഷങ്ങൾ പറയാനാണ്. സോ സ്റ്റാർട്ടിങ് വിത്ത്, ഞാൻ ആദ്യം പോസ്റ്റ് കാണുന്നത് അനുപമയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലാണ്, പരത എന്ന് പറഞ്ഞിട്ട്. സോ വാട്ട് ഈസ് ആക്ച്വലി പരത? പരത ഇസ് എ വെയിൽ. അറിയാലോ പരത. അപ്പോ ഇത് സിനിമ ടോക്സ് അബൌട്ട് ദ ആക്ച്വൽ വെയിൽ ആൻഡ് നമ്മളെല്ലാവരും ധരിക്കുന്ന, നമ്മൾ അറിയാതെ ധരിച്ചുകൊണ്ടിരിക്കുന്ന വെയിലിനെ കുറിച്ചും കൂടിയാണ് ഈ സിനിമ പറയുന്നത്. And yeah, that's pretty much that. ഇനി സിനിമ കണ്ടിട്ട് അറിയാമെന്നൊക്കെ. ഇനി സിനിമ കണ്ടിട്ട് അറിയാം. യെസ്. എങ്ങനെ പറഞ്ഞു? അല്ല, and it's ഈ 3 women and their journeys, and ഈ 3 പേരും വേറെ വേറെ രീതിയിൽ ഇടുന്ന മാസ്ക്സ് എങ്ങനെ അവര് ഡിസ്കവർ ചെയ്യുന്നു, അത് എങ്ങനെ what do they do with it എന്നുള്ളതാണ്. അതാണ് പരത. അതാണ് പരത. എങ്ങനെയാണ് ദർശന പരതയിലേക്ക് ഉണ്ടാവുന്നത്? ഞാൻ ഐ തിങ്ക് ജയയും ഹൃദയവും കഴിഞ്ഞിട്ട് വേറെ ഇൻഡസ്ട്രീസിന്ന് കഥകൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഐ തിങ്ക് അങ്ങനെ എനിക്കൊരു ചെക്ക് ബോക്സ് ആയിട്ട് ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ഇല്ലായിരുന്നു. സോ ജസ്റ്റ് മലയാളത്തിൽ എങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ്സ് നോക്കുന്നു അതേപോലെ തന്നെ പുറത്തും എനിക്ക് അത്രയും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയാൽ മാത്രമേ ഞാൻ അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പൊ ആ സമയത്താണ് പ്രവീൺ ഇങ്ങനെ ഒരു കഥ, പ്രവീണിന്റെ പടം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ടിട്ടില്ലായിരുന്നു, സിനിമ വണ്ടി. പക്ഷെ പലരും പറഞ്ഞ് ഫെസ്റ്റിവൽസ് അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ് ബിഫോർ ഐ വെന്റ് ഫോർ ദ നരേഷൻ ഇറ്റ്സെൽഫ്. നരേഷൻ കഴിഞ്ഞപ്പോൾ ഐ വാസ് വെരി ഇംപ്രസ്ഡ് ദാറ്റ് ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ടൈപ്പ് ഫിലിംസ് അല്ല. ഈ 3 പെണ്ണുങ്ങളുടെ കഥ പറയാൻ നോക്കുന്നു. ഒരു ഹീറോ ഇല്ല. അങ്ങനത്തെ ഒരു പടത്തിനെ അവർ ചെറിയ രീതിയിലല്ല ഉണ്ടാക്കാൻ നോക്കുന്നത്, ഒരു ബിഗ് ഫിലിം ആയിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നു. അത് ബാക്ക് ചെയ്യാൻ കുറെ ആൾക്കാരും ഉണ്ട്. ദർ ആർ ആക്ടേഴ്സ് ഓൺ ബോർഡ്. അപ്പൊ അത് കേട്ടിട്ട് ഐ വാസ് റിയലി എക്സൈറ്റഡ് ദാറ്റ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് സംതിങ് ദാറ്റ് വാസ് പാത്ത് ബ്രേക്കിംഗ് ഫോർ എൻ ഇൻഡസ്ട്രി ലൈക്ക് ദാറ്റ്. അപ്പൊ എനിക്ക് അതിൽ താല്പര്യം തോന്നി. പടത്തിൽ ഇപ്പോൾ ഐ മീൻ ദീസ് ആർ തിങ്സ് ഐ ഡോണ്ട് അഗ്രി വിത്ത്, ദീസ് ആർ തിങ്സ് ഐ എം നോട്ട് ഷുവർ ഓഫ് എന്നൊക്കെ ഉള്ളതിൽ അതൊക്കെ വർക്ക് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട്, ഒരു കൊളാബറേറ്റീവ് പ്രോസസ് ആയിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഐ സെഡ് യെസ്. ആൻഡ് ഐ വാസ് റിയലി എക്സൈറ്റഡ് ബിക്കോസ് എനിക്ക് വിത്ത് വിമൻ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ദൽ നോർമലി ബി എ ലീഡ് വുമൺ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു അമ്മ, ഒരു ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ റോൾസ്. ഇതിൽ ഫുൾ ലെങ്ത് ആയിട്ട്
I'll get to work with these two incredible women. എനിക്ക് അതിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് സംതിങ് ദാറ്റ് ലൈക്ക് അതൊരു ചെക്ക് ബോക്സ് ആയിരുന്നു. ലൈക്ക് ഐ വാണ്ട് ടു എക്സ്പ്ലോർ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ആ ബോണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിട്ട് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സൈറ്റ്മെന്റ്സ് ടു ഗെറ്റ് ഇൻ ടു ദിസ് ഫിലിം. അത് കഴിഞ്ഞ് ഞാൻ സിനിമ വണ്ടി കണ്ട ഐ വാസ് ലൈക്ക് ഐ ലവ്ഡ് ഇറ്റ്. അപ്പോൾ ഐ വാസ് റിയലി എക്സൈറ്റഡ്. ഇങ്ങനത്തെ ഒരു പടം ഇപ്പൊ ചെറിയൊരു പടമാണ്, അതൊരു ഇൻഡി പടം പോലെ. ഇത് സ്കെയിലും എല്ലാം കൊണ്ടും ഭയങ്കര ലാർജായി. ഹൗ ഇസ് ദിസ് ഡയറക്ടർ ഗോയിങ് ടു അപ്രോച്ച് ഇങ്ങനത്തെ ഒരു പടം എന്നൊക്കെ ഉള്ളതിൽ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ചാടി. അനുപമയുടെ കൂടെ ആദ്യമായിട്ടാണോ വർക്ക് ചെയ്യുന്നത്? അതെ അതെ, ആദ്യമായിട്ടാണോ സെറ്റിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്? അതെ, ഞങ്ങൾ അങ്ങനെ വർക്ക് കണ്ടിട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലും. അങ്ങനെ വി ന്യൂ ഈച്ച് അതർ. പക്ഷെ ഫസ്റ്റ് ഡേ ഓഫ് ഫോട്ടോഷൂട്ടിൽ തന്നെയാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ഐ വാസ് വെരി എന്താ പറയാ, അന്ന് കണ്ടത് തൊട്ട് ഐ സീൻ ദ ജേർണി ഓഫ് what Anupama has made with Subbu, or even Sangeeta ma'am has done with Ratnamma. അപ്പോൾ അതിൽ ഭയങ്കര രസമായിരുന്നു എനിക്ക്. ആൻഡ് ബോത്ത് ഓഫ് ദം ഹാവ് റിയലി ബിൻ പില്ലേഴ്സ് ഫോർ മീ. ഈ ഒരു ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് പോയിട്ട് ലൈക്ക് യുനോ, ഇപ്പോൾ അനുപമ ഇസ് ബിൻ ദർ ഫോർ ഒരു 10 കൊല്ലമായിട്ട് അവിടെ വർക്ക് ചെയ്യാണ്. ഷീ ഈസ് വെരി മച്ച് അറ്റ് ഹോം. നാട്ടിൽ എത്ര യുനോ അറ്റ് ഹോം ആണ് അത്രയും തന്നെ അവിടെ ഭാഷയായാലും ഇൻഡസ്ട്രി ആയാലും ആൾക്കാർ തമ്മിൽ കണക്ഷൻസ് ആയാലും ലൈക്ക് ഹൗ ഷീ ഈസ് in that industry. എനിക്ക് I think just by way of her being so at home, എനിക്ക് അത് ഭയങ്കര ഹെൽപ്പായിരുന്നു. Because I think she looked out for me in a way that I settled in very quickly. And അത് എനിക്ക് with her and slowly with pretty much the whole set, എനിക്ക് ഭയങ്കര ഒരു മറ്റേ വെരി വെൽക്കമിങ്. എനിക്ക് ആദ്യത്തെ ഒരു 2 ദിവസം കഴിഞ്ഞ് I didn't even feel like ഒരു വേറെ ഇൻഡസ്ട്രി ആണെന്നൊന്നും തോന്നി. ലൈക്ക് അത്രയും വാം ആയിട്ട് എല്ലാവരും like literally adopted me into, and എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 100 പേര് എപ്പോഴും you know they are looking out for me എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അത് എനിക്ക് അത്രയും വെൽക്കമിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ പാരഡൈസിന്റെ റിലീസിന്റെ സമയത്തൊക്കെയാണ്. ദർശനയ്ക്കുള്ള ബർത്ത്ഡേ വിഷ് വീഡിയോ ഇവര് റിലീസ് ചെയ്തു. വെൽക്കം ടു തെലുങ്കു. I was too cute. അത് എല്ലാവരും അങ്ങനെയായിരുന്നു. I think for me this film was that ഞാൻ like literally തന്നെ പോയത്. പക്ഷെ എനിക്കിപ്പോ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ I always see like 8 people come to me with a koda. അങ്ങനത്തെ ഒരു എൻവയൺമെന്റ് ആയിരുന്നു. which I അനുപമയുടെ ടീമായാലും സംഗീത മാമിന്റെ ടീമായാലും they are constantly like looking out for me. അപ്പോൾ I felt like ഇതെന്താ എല്ലാവരും എന്താ ഇത്ര സ്നേഹിക്കുന്നത്, അങ്ങനെ ഒരു എൻവയൺമെന്റ് ആയിരുന്നു. which was really like I now I feel like ഹൈദരാബാദ് പോകുമ്പോൾ I feel at home and I feel like I have people here എന്നൊരു ഫീലിംഗ് ഉണ്ട്. അടിപൊളി. സോ തെലുങ്കു സിനിമ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടാണ് ദർശനെ വെൽക്കം ചെയ്തിട്ടുള്ളത്. ആൻഡ് യു ഹാവ് ബീൻ ദെയർ ഫോർ 10 years. എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്, 10 വർഷത്തെ ജേർണിയാണ്. ഫ്രം മലയാളം, തെലുങ്കു, കന്നഡ, തമിഴ് ഒക്കെ ഉണ്ട്. ആൻഡ് 10 വർഷം ഇസ് നോട്ട് എ സ്മോൾ ടൈം, ഇറ്റ്സ് എ ബിഗ് ജേർണി. ആൻഡ് 10ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തെലുങ്കു ഇൻഡസ്ട്രി ഈസ് ട്രീറ്റിംഗ് യു ലൈക്ക് ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ, ആൻഡ് ദാറ്റ് ടു വിത്ത് എ മലയാളി, ലൈക്ക് ബോത്ത് മലയാളീസ് കമ്മിങ് ടുഗെദർ. അതെങ്ങനെയുണ്ടായിരുന്നു? പർദ ഫീമെയിൽ സെൻട്രിക് ആണ്, ആ ഫാക്ടേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു കുറച്ചധികം പ്രഷറുള്ള ഒരു കാര്യം കൂടിയാണെന്ന് തോന്നുന്നു. ബിക്കോസ് ജനറലി ഞാൻ ഇതേപോലെ കോൺസെപ്റ്റ് ഓറിയന്റഡ്, ഞാൻ ഫീമെയിൽ സെൻട്രിക്കിന് ഉപരിയായി കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. അങ്ങനത്തെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇതിനു മുന്നേ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് അതൊരു OTT പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സിനിമ ചെയ്തു, അത് തിയേറ്ററിൽ ഇറങ്ങണമെങ്കിൽ ആൾക്കാർ പോയി കാണണം. ആൻഡ് ദാറ്റ് ഇസ് ഓൾ റെസ്പോൺസിബിലിറ്റി. ഞാൻ ഇതുവരെ സിനിമകൾക്ക് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ബട്ട് ദിസ് ഇസ് വെയർ ഐ ന്യൂ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സിനിമ ഇറക്കണമെങ്കിലുള്ള പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും ശരിയായ കഷ്ടപ്പാടുകൾ ഞാൻ മനസ്സിലാക്കിയത് ഈ സിനിമയിലൂടെയാണ്. ആൻഡ് ദാറ്റ്സ് റിയലി സ്പെഷ്യൽ. അത് ഞാനെന്ന വ്യക്തിയെയും ഞാനെന്ന ആക്ടറിനെയും ഒരുപാട് ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ വി ആർ ലൈക്ക് ഇപ്പൊ ദർശന പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ആ ഒരു സെറ്റിന് ഒരു ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സെറ്റായിരുന്നു. ഞാൻ ഇന്നേ വരെ വർക്ക് ചെയ്ത, എനിക്ക് തോന്നുന്നില്ല എല്ലാ തെലുഗു സെറ്റും അങ്ങനെയാണെന്നുള്ളത്. ദർശന വാസ് വെരി ലക്കി ടു ഗെറ്റ് ഇൻ ടു എ സെറ്റ് ലൈക്ക് ദാറ്റ് ടു. ഞാൻ പറയുന്നത് വി ആർ ലക്കി ടു ഹാവ് ദർശന, ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ബട്ട് ഈവൻ ദർശനക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ബിക്കോസ് ഓഫ് ഹൗ ദ സെറ്റ് ഇസ്. ആ സെറ്റിലുണ്ടായിരുന്ന ആ ക്രൂ മെമ്പേഴ്സ് അവരെല്ലാവരും യങ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള കുറേ പെൺകുട്ടികളുണ്ട്. സോ എല്ലാവർക്കും ആൻഡ് ദാറ്റ് ക്രെഡിറ്റ്, ദർശനി പറയുന്ന കൊടയുടെ കാര്യമൊക്കെ ഇല്ലേ, ആ ക്രെഡിറ്റ് ഗോസ് ടു ഹെർ ഓൺലി. ഇയാള് വന്നപ്പോ തന്നെയാണ് വന്നത്.
വേറെ ആരുമില്ല, അസിസ്റ്റന്റ് ഇല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഒരു ബേർഡനും ഒരു ബാഗേജ് ഇല്ലാതെ വന്നത്. പക്ഷെ ജനറലി ഇപ്പൊ എനിക്ക് കുറെ സ്റ്റാഫുകളുണ്ട്. ജനറലി ഏതൊരു ആക്ടർ അവിടെ ചെല്ലുകയാണെങ്കിലും ഏത് ഒരു ദിവസം അഭിനയിക്കാൻ വന്ന ആക്ടർ ആണെങ്കിൽ പോലും അവർക്ക് ഇതേപോലത്തെ 2-3 ആൾക്കാരുണ്ടാവും. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അഭിനയിക്കാൻ, അത് ഇത്രയും ദിവസം ധർമ്മശാല, മണാലി പോലത്തെ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയ്ക്ക് ദർശന വന്നത് ആരും ഇല്ലാണ്ട. ദർശനയുടെ മാനേജറായ ദർശന തന്നെ, ദർശനയുടെ മറ്റേ ടച്ചപ്പ് ആയ ദർശന തന്നെ, എല്ലാം ടച്ചപ്പ് ചെയ്യാൻ മേക്കപ്പ് ഉണ്ടെങ്കിലാണ് അതിന്റെ ആവശ്യമുള്ളൂ. ബട്ട് എവറിത്തിങ് ഇസ് ഹെർ. അപ്പൊ അത് ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ലൈക്ക് ദർശനക്ക് എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചു, ഇല്ലെങ്കിൽ കുടിച്ചു, ദാറ്റ്സ് ഓൾ. ആൻഡ് ഓൾസോ ദർശന അങ്ങനെ മാത്രമല്ല, ദർശന അവിടുത്തെ എല്ലാം സപ്ലൈ ചെയ്യുന്ന ആളാണ്. അവിടെ പോയി ഫുഡ് വാങ്ങിച്ചു വരുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു, ഷെയർ ചെയ്യുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു ദർശന അവിടെ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഹെർ. അതായത് എത്ര ഗ്രൗണ്ടഡ് ആണെന്നുള്ളതാണ് അതിൽ കാണുന്നത്. സോ അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതായിരിക്കില്ല റെസ്പോൺസ്. പക്ഷെ ആളുടെ ഒരു പേഴ്സണാലിറ്റി കൊണ്ടാണ് അങ്ങനെ. ആൻഡ് ഈ ഒരു പ്രോസസ് ഓഫ് ഷൂട്ടിംഗ് ദ സിനിമ, ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഞങ്ങൾ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ കുറെ നല്ല എക്സ്പീരിയൻസ്, ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് പറയാനുള്ളത്. ബട്ട് ബിയോണ്ട് ഓൾ ഓഫ് ദാറ്റ് ഇത് ഭയങ്കര കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതായത് ഫിസിക്കലി ലൈക്ക് ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരെയും നമ്മള് ഓരോരോ ടെറൈൻസിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരുപാട് വൈകി പല കാര്യങ്ങൾ കൊണ്ടും അങ്ങനത്തെ ഒരുപാട് ബ്ലോക്സ് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇരുന്ന് ഇത്ര സന്തോഷമായിട്ട് പറയാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, ഇത്രയും കഷ്ടപ്പാടുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ വന്ന് പ്രൊമോട്ട് ചെയ്യണം, നമ്മളിതിനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറയാനുണ്ടെങ്കിൽ അത് ഈ സിനിമയിലുള്ള എന്തൊരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അത് ഓഫ് സ്ക്രീനിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്പെഷ്യാലിറ്റി, അത് എല്ലാവരും ഇതിനെ ഒരു സിനിമയായിട്ടല്ലാതെ ഇതിനെ ഒരു എന്താ പറയാ, ഫ്രം ദി ഹാർട്ട് ഇതിന് ഫുള്ളായിട്ട് എഫേർട്ട് കൊടുത്തുണ്ടാക്കിയ സിനിമ ആയതുകൊണ്ടായിരിക്കാം. ദാറ്റ്സ് വൈ വി എക്സ്പെക്ട് ഓൺ സ്ക്രീൻ ഈ സിനിമ വരുമ്പോഴും ഇതൊരു സ്പെഷ്യൽ സിനിമയായിട്ട് നിലനിൽക്കും എന്നുള്ളത്. അബ്സല്യൂട്ട്ലി സ്പെഷ്യൽ ആയിരിക്കും. ബിക്കോസ് അനുപമ റൂളിംഗ്. കാരണം ഒരു മലയാളി, യു ബോത്ത് ആർ മലയാളി, നമ്മൾ മലയാളികൾ പുറത്ത് എവിടെയെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലും അച്ചീവ്മെന്റ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അനുപമ ഓൾറെഡി അവിടെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദർശന ഇപ്പൊ കേറി അവരെല്ലാവരും ഇനി ദർശനയുടെ മുന്നിൽ കുറെ സ്ക്രിപ്റ്റുകൾ വരും. പക്ഷെ മാം, ദർശന മാം ഹാസ് ടു ഡിസൈഡ്. നോ, ഭയങ്കര അതൊരു വലിയ കാര്യമാണ്. അതായത് ഞാൻ ഈ സിനിമയിൽ എന്റെ അടുത്ത് നറേറ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. അത് കഴിഞ്ഞ് ഇറ്റ് വാസ് നെക്സ്റ്റ് തിങ് ഇസ് അമ്മി ആര് ചെയ്യും. അമ്മി എന്നാണ്, അമിഷ്ട എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ദാറ്റ് വാസ് ലൈക്ക് എ വെരി ബിഗ് തിങ്. അങ്ങനെ പ്രൊഡ്യൂസറും ഡയറക്ടറും എന്റെ അടുത്ത് നമുക്ക് ദർശനയുടെ അടുത്ത് പോയി പറഞ്ഞാലോ, എങ്ങനെ പറയും ദർശനയുടെ അടുത്ത്, ചെയ്യോ തെലുഗു സിനിമ, ആദ്യത്തെ സിനിമ ചെയ്യോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. ഞങ്ങളെല്ലാ പ്രാർത്ഥനയും എല്ലാ പൂജകളൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. സംഭവം ദർശന സൈഡ് ഓക്കെ. അതിനും വലിയൊരു വാലിഡേഷൻ വേണോ? ദർശന രാജേന്ദ്രൻ ഒരു സ്ക്രിപ്റ്റിന് ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആളുടെ ഡെബ്യൂ ഫിലിം തെലുഗുവിന് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ബട്ട് അതിനും വലിയൊരു വാലിഡേഷൻ വേണോന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഇത്രയും യുണീക്ക് ആയിട്ടുള്ള, ഇത്രയും അടിപൊളിയായിട്ടുള്ള സിനിമകൾ, ഈ ജയ പോലത്തെ സിനിമകളൊക്കെ ചെയ്ത് ഇത്രയും തകർപ്പൻ എന്താ പറയാ എക്സ്പീരിയൻസ് ഉള്ള എന്ന ഭയങ്കര പിക്കി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഈ സിനിമയുടെ ഭാഗമാവാനായിട്ട് ഓക്കെ പറയാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ വാലിഡേഷൻ ഇസ് ഓൾസോ സംതിങ് എനിക്ക് തോന്നുന്നു ഡയറക്ടറിനാണെങ്കിലും പ്രൊഡ്യൂസറിനാണെങ്കിലും ഞങ്ങൾക്കൊക്കെ എനർജി തന്നൊരു കാര്യമായിരുന്നു. ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും ചോദിച്ചിട്ടുണ്ടോ എന്താണ് ദർശനനെ ഇതിലേക്ക് അനുപമോട് ചോദിക്കാൻ കാരണം എപ്പോഴേലും? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേറെ, അതായത് ദർശന എന്നൊരു പേര് പറഞ്ഞു, യു വാസ് സ്റ്റക്ക് ദേർ. ഈ കഥാപാത്രം ദർശന അല്ലാണ്ട് ആർക്കും ചെയ്യാൻ ഏത് സിനിമ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ജയ ആണോ? ഐ തിങ്ക് ദേ ഹാഡ് സീൻ pretty much all films. കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സംസാരിക്കുമ്പോ തന്നെ ലൈക്ക് ഐ ഫീൽ ലൈക്ക് അങ്ങനെ ഒരു വലിയ എക്സ്പെക്ടേഷനോടെ അല്ല എന്നോട് പറയുന്നത്. ഐ തിങ്ക് ദേ വർ ടെല്ലിംഗ് മീ ലൈക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ ഒരു മോഡിലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനും അങ്ങനെ വലുതായിട്ട് ചോദിച്ചില്ല. ബട്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇൻ ടേംസ് ഓഫ് ഈ ക്യാരക്ടറിലേക്ക്. ഐ ഫീൽ ലൈക്ക് കോണ്ടെക്സ്റ്റ് വൈസ് സിമിലർ ആണ്. ഇപ്പൊ ഒരു urban സെറ്റിംഗ് അല്ലെങ്കിൽ ഇടുന്ന തുണി അങ്ങനെയൊക്കെ വെരി ഫെമിലിയർ ആണ്. ബട്ട് ഹർ തോട്ട് പ്രോസസ് വാസ് വെരി ഡിഫറെന്റ് ഫ്രം മീ. അപ്പൊ എനിക്ക് ഭയങ്കര മറ്റേ സ്ട്രേറ്റ് ഫോർവേഡ്, ഭയങ്കര ഹസിൽ, ഒരു എന്താ പറയാ ഒരു ബാഡാസ് ആണ്. അപ്പൊ ഇവരെയൊക്കെ ഒരു പുച്ഛാണ്, അങ്ങനത്തെ ഒരാളാ. അപ്പൊ എനിക്ക് അതില് ഇത് അനോയിങ് ആണ് ചെറുതായിട്ട്. അപ്പൊ അനോയിങ്ങില് എങ്ങനെ ഈ കൊച്ചിനെ കാണാൻ വേണ്ടിയുള്ള ഒരു സ്നേഹം തോന്നണം എന്നുള്ള ഒരു സാധനം വാസ് എ ട്രിക്കി ആണ്. അപ്പൊ അതിലൊക്കെ എനിക്ക് ഐ വാസ് ലൈക്ക് ഇൻട്രസ്റ്റിംഗ്. ആൻഡ്
ഞാൻ ആലോചിക്കുന്ന പോലെ അല്ല അമ്മയുടെ തോട്ട് പ്രോസസ്. അപ്പോ അതില് ഐ തോട്ട് ഇറ്റ് ബി ഫൺ ടു എക്സ്പ്ലോർ. ഭയങ്കര എന്താ പറയുക, ഒരു ഗ്രേ ഷെയ്ഡ് ഉള്ള കഥാപാത്രം, പക്ഷെ അതിനെ ഏറ്റവും പ്ലസന്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാം, അതിനൊരു റൈറ്റ് ബാലൻസ് കൊണ്ടുവരാനായിട്ട് ദർശനിക്ക് പറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് ലൈക്ക് എനിക്ക് ഹൃദയത്തിലെ ലാസ്റ്റ് ബിറ്റിലെ കല്യാണത്തിന്റെ ആ സമയത്തുള്ള ദർശനം ഉണ്ടല്ലോ, ലൈക്ക് ദാറ്റ്സ് ലൈക്ക് ഒരു പ്രത്യേകതരം ഫീലിംഗ് ആണെന്ന്. നമുക്ക് യു ഗെറ്റ് സ്കേർഡ് ബട്ട് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഭയങ്കര സ്കേർഡ് ആയിരുന്നു. There's a shot where she's just looking like this or something and I'm like, oh god, this girl, what is she gonna do now? സൈക്കോ അതെ. സോ ആ ഒരു വേരിയേഷൻ ഉണ്ടല്ലോ, അത് റൈറ്റ് ബാലൻസിന് കൊണ്ടുവരാൻ ദർശനിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഞാൻ ഇന്നലെ രാത്രി വീട്ടിൽ പോയിട്ട് ഇതൊക്കെ പോയിന്റ്സ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞപ്പോ വളരെ ലേറ്റ് ആയി, ആളെ എവിടേക്കോ മുങ്ങി. ഇത്ര ഭയങ്കര കാര്യമായിട്ട് ദർശനെ പ്രൈസ് ചെയ്യുന്നുണ്ടല്ല. പ്രൈസ് ചെയ്യുന്നതല്ല, ദിസ് ഇസ് ഓൾ ട്രൂത്ത്. ഐ എം നോട്ട് പ്രൈസിങ്. നമുക്ക് ജെന്യൂൻ ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് അത്. അങ്ങനെയാണല്ലേ ജെന്യൂൻ ആയിട്ട് അനുപമയുടെ കണ്ടിട്ടുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ഏതാ പറ? സത്യം പറഞ്ഞാൽ ഐ തിങ്ക് സുബു ഇസ് ഗോയിങ് ടു ബി സംതിങ് ദാറ്റ് വിൽ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഞാൻ സംസാരിക്കുമ്പോഴും ലൈക്ക് യുനോ ത്രൂ ദ പ്രോസസ് ഓഫ് അനുപമേനെ അറിയുന്നതൊക്കെ ഐ കെപ് തിങ്കിങ് വേറൊരു ഏജ് ഗ്രൂപ്പിലാണ് ഷീസ് എക്സ്പ്ലോറിംഗ് ദിസ്. ഷീ സ്റ്റാർട്ടഡ് വെൻ ഷീ വാസ് 18 ആൻഡ് എനിക്കിത് കുറേയും കൂടി കഴിഞ്ഞിട്ടാണ് ലൈക്ക് ഐ സ്റ്റാർട്ടഡ് സീ യു സൂൺ ആൻഡ് ഓൾ വാസ് മേ ബി ദെൻ ഐ വാസ് 30. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഷീ ഈസ് നൗ അറ്റ് വെയർ യു നോ ലൈക്ക് 10 years later where I started or in terms of ഇപ്പോൾ ഒരു നമ്മൾ ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഐ തിങ്ക് ഇറ്റ് കെയിം ഫ്രം years of doing other things and ഇപ്പോൾ ഞാൻ സിനിമ ചെയ്യുന്നു, ഇപ്പോൾ എനിക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സിലായി തുടങ്ങുന്നു. And for me, I'm in awe of somebody who started so young and has been doing it in such a beautiful way in multiple industries for 10 years. And you know how, so എനിക്ക് അപ്പോൾ സംസാരിക്കുമ്പോൾ I feel like okay, this girl has so much more than ഇപ്പോൾ കണ്ടിരിക്കുന്നത്. Of course it's all fabulous, but I feel like there's so much more fire and like അത്രയും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരണം. And I feel like through Subu I saw that and I'm really excited for her that she got to explore അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അങ്ങനത്തെ you know like അത്രയും ഡെപ്തിൽ ഒരു ക്യാരക്ടർ through all of these days. അപ്പോൾ this full film, every breath of the film is about Subu. അപ്പോൾ everything else is supporting Subu. അപ്പൊ everyone else, everything is all about Subu. അപ്പൊ അങ്ങനത്തെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ it's story of Subu. പക്ഷെ everything in the film is about her. അപ്പൊ പ്രത്യേകിച്ച് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ദർശന ചെയ്ത ക്യാരക്ടറും സംഗീത മാം ചെയ്ത ക്യാരക്ടറും. ഇവർ എന്റെ ജേർണിയിൽ ത്രൂ ഔട്ട് എന്റെ കൂടെ ഉള്ളതാണ്. ഞങ്ങള് മണാലിയിലാണ് ഞങ്ങളുടെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ഞങ്ങൾ എല്ലാവരും ട്രാവൽ ചെയ്ത് എക്സോസ്റ്റ് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞ് ഫസ്റ്റ് സീനാ. നമുക്ക് തമ്മിൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല. പക്ഷെ ആ സീനില് ഞങ്ങള് 3 പേരും വഴക്ക് കൂടുന്ന പോലത്തെ ഒരു സീനാ. പക്ഷെ അതിൽ ഭയങ്കര കെമിസ്ട്രി ഉണ്ടായിരിക്കണം. ഈ വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറുതും വഴക്കല്ല, നമ്മൾ ഒരു ക്യൂട്ട്നെസ് ഉള്ള ഒരു വഴക്കാണ്. ഇഷ്ടം കൊണ്ട്, പക്ഷെ ഇഷ്ടം കൊണ്ടല്ല, പുച്ഛമാണ് ഒരാൾ ഫിഗർ ഔട്ട് ചെയ്യുന്നു. ഈ 3 ആൾക്കാർ ആരാ, അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ടാണ് ഈ ബോണ്ട് ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. ഒരു ഫ്രിക്ഷൻ ഉള്ള ഒരു തരം വിയേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആ സീനാണ് ഞങ്ങൾ ആദ്യം എടുക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നത്, സിനിമയിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. And it came out really well. Like it was so much fun doing it. And അതിപ്പോ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ it's like a very interesting scene. Like I still there are bits that I still laugh about when I think only. And I was like mesmerized by how they also executed it. Like ദർശന ആണെങ്കിലും സംഗീത മാം ആണെങ്കിലും. And I think the team also was like അപ്പോഴാണ് അവരുടെ ശ്വാസം ഒന്നിങ്ങനെ എല്ലാം സെറ്റായി. അതാണ് ത്രൂ ഔട്ട് ദ ഫിലിം ഞങ്ങൾ 3 പേരും എന്താണെന്നുള്ളതാണ് ആ സിനിമ. അത് വർക്ക് ആവണായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഈ 3 പേരുടെ കെമിസ്ട്രി ഞങ്ങൾ തമ്മിൽ ദ വർക്കിംഗ് ഇക്വേഷൻ ദാറ്റ് വി ഫൗണ്ട്. ഓൾസോ ഇത്രയും കാലം ട്രാവൽ ചെയ്യാണ് ഒരുമിച്ച്, യുനോ വീട്ടിലല്ല നമ്മള്, സപ്പോർട്ട് സിസ്റ്റംസ് ഒന്നും അങ്ങനെ ഇല്ല. ഇറ്റ്സ് ലിറ്ററലി ദ 3 of us in one car and we are just driving. ഇല്ലായിരുന്നു ഈ പടത്തിന് ഡ്രൈവിംഗ് ആയിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ റോഡിലേക്ക് എടുത്ത് ഇറങ്ങുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ ഇതിന് വിളിച്ചപ്പോ ഐ റിയലൈസ്ഡ് മൊത്തം പടത്തിൽ ഈ 2 പേരെ എന്റെ വണ്ടിയിൽ കൊണ്ടുപോകേണ്ട ആളാണ്. And that too in the mountains. അവിടെയാണ്. And that too ഈ തെലുഗുവിൽ ഇങ്ങനെ
എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക നോൺ സ്റ്റോപ്പ്. ഞാൻ മലയാളത്തിൽ മൊത്തം എല്ലാ പടങ്ങളും കൂട്ടിയിട്ടാലും അറിയായിരുന്നോ തെലുഗു? ഇല്ല, എല്ലാം അപ്പൊ ഇങ്ങനെ കുറെ പരിപാടികൾ ഐ ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഓക്കെ ഐ ഹാവ് ടു ഡീൽ വിത്ത് ലൈൻസ്. ഒരുപാട്, അത് ഒത്തിരി ലൈൻസ് ഉള്ള സിനിമയാണ്. വെറുതെ ചുമ്മാ നമ്മള് അവിടെ ഇവിടെയും ഓരോ ലൈൻ പറയുന്നല്ലോ, ഒത്തിരി ലൈൻസ് ഉണ്ട്. ഇങ്ങനെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കും, ദർശനയെ സംസാരിച്ചോണ്ടിരിക്കും വേഗം. അപ്പൊ നമ്മളൊരു സ്പീഡ് ഓഫ് ഒരു ഭയങ്കര എന്താ ഒരു ചെറിയൊരു ആരഗൻസ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ ആകുമ്പോൾ യു ആർ ജസ്റ്റ് സ്പീക്കിംഗ് ഫാസ്റ്റർ ദ സ്പേസ് ഓഫ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സ്ലോ ഡൗൺ ബിക്കോസ് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ലൈക്ക് കോംപ്രമൈസ് ഓൺ. അപ്പൊ ഇപ്പൊ ഒരു അടി ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്പീഡിൽ ഇങ്ങനെ ലൈൻസ് വായിൽ വരണമല്ലോ, അല്ലെങ്കിൽ മനസ്സിൽ വരണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ കുറച്ചു കാലം ഇരുന്ന് പഠിച്ച് ബേസിക്കലി ഒന്ന് ഉരുണ്ട് പോകുന്ന ഒരു ഭാഷ. നമുക്ക് പെട്ടെന്ന് നമുക്ക് ചില വാക്കുകളൊക്കെ, ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ചില വാക്കുകൾ നമ്മള് സിനിമ ഷൂട്ട് ചെയ്യുമ്പോ അതായത് ഡബ് ചെയ്യണ്ടേ, അതാണ് ഏറ്റവും കഷ്ടം. സിനിമ ചെയ്യുമ്പോ ഭയങ്കര, അതെ അത് ഭയങ്കര കഷ്ടാ. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ദർശന ഇതൊക്കെ പറഞ്ഞു, അത് മൊത്തത്തില് ദർശനയുടെ ടോക്കിംഗ് പേസ് സിനിമയില് ഭയങ്കര ഫാസ്റ്റാ. എങ്ങനെ ഡബ് ചെയ്തല്ലോ ഞാൻ വിചാരിച്ചായിരുന്നു. ബട്ട് ഇറ്റ് ലൈക്ക് ഷി ഹാസ് ഡൺ എ റിയലി ഗുഡ് ജോബ്. ഐ തിങ്ക് അങ്ങനെ ഐ വാണ്ടഡ് ടു മേക്ക് ഷുവർ അങ്ങനത്തെ ഐ മീൻ ഐ ഓൾസോ ഫീൽ റിലീവ്ഡ് ദാറ്റ് ഇറ്റ് ഹാപ്പൻ. പക്ഷെ തുടങ്ങിയപ്പോ ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഇത് how am I going to do this എന്നുള്ള. പിന്നെ ഓൾസോ ഐ വാണ്ടഡ് ടു റീച്ച് അറ്റ് എ പോയിന്റ് വേർ ഇപ്പൊ എന്റെ കോ ആക്ടർ എന്നോട് എന്തെങ്കിലും പറയുമ്പോ എനിക്ക് എക്സാക്ട്ലി എന്താ പറയുന്നതെന്ന് മനസ്സിലാവണം, അല്ലെങ്കിൽ എങ്ങനെയാ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ലൈൻസ് മാത്രം പഠിച്ചുകൊണ്ടിരുന്ന് പോയിട്ട് അല്ലെങ്കിൽ ഒരു ജിസ്റ്റ് ഓഫ് ഇതാണ് പറയുന്നതെന്നല്ലാതെ ഓരോ മിനിറ്റിലും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴാണല്ലോ ഒരു അല്ലെങ്കിൽ സീൻ ഉണ്ടാകുന്നത്. അപ്പൊ അതില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എംപ്റ്റി എന്ന് ഐ വാസ് വെരി അവെയർ. അപ്പോ അത്രയും സംസാരിക്കാൻ ആയിട്ടില്ല, എല്ലാം മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു ഡയലോഗ്സ് ഒക്കെ എപ്പോഴും ഫ്ലുവന്റ് ആയിട്ട്, ഡയലോഗ്സ് എപ്പോഴാണെങ്കിലും എന്നെ ഉറക്കത്തിൽ കുറെ പണിയെടുത്തു. പക്ഷെ ഓൾസോ ഐ ഹാഡ് ബോത്ത് ഓഫ് ദം അഗൈൻ. തെലുഗു ഫെമിലിയർ ആണ് രണ്ടുപേർക്കും. ആൻഡ് ദേ വർ ലൈക്ക് ലിറ്ററലി ഹോൾഡിംഗ് മീ ടു മേക്ക് ഷുവർ ദാറ്റ് scenes were going on, and there was a used to feel very പാവം. കാരണം ഈ ഡ്രൈവ് ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ്. ഈ ഡ്രൈവിംഗ് ഉള്ളി ആ അത്രയും മലകളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര അൺസേഫ് ആണ്. ആ ഡ്രോൺ ഷോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വിട്ടു. ഇത്രയും പോകുന്ന വഴിയിലൊരു ഇങ്ങോട്ട് വീണ ഫുൾ ലൈക്ക് യുവർ ഓഫ് ദ ക്ലിഫ്, അങ്ങനത്തെ റോഡ്സാ. എങ്ങനെ പേടിയുണ്ടായിരുന്നു കൂടെ ഇരിക്കാൻ? ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ദർശനയില്. അതിന് ഫസ്റ്റ് ടൈം വണ്ടി എടുത്തപ്പോൾ ഞങ്ങൾ കൂളായിട്ട് കയറിയിരുന്നു. ഞങ്ങൾ സംഗീത ഇടയ്ക്കിടയ്ക്ക് പക്ഷെ മോസ്റ്റ്ലി ദേ വർ ലൈക്ക് ആൻഡ് മാം ഡ്രൈവ് ചെയ്യും. അപ്പൊ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഐ നോ സംതിങ് ദാറ്റ് ദർശന ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ജയ പോലത്തെ സിനിമയില് തായ്ക്വാൻഡോ ഒക്കെ പഠിച്ച് ഇങ്ങനെയൊക്കെ എഫേർട്ട് ഇട്ട് ചെയ്യണം, ഒരു സിനിമയ്ക്ക് വേണ്ടി ഡയലോഗ്സ് ഒക്കെ ഇത്രയും പഠിച്ച് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ she will be careful, she is a responsible person. അപ്പൊ ആ ഒരു ധൈര്യം പിന്നെ വിട്ടു എന്തെങ്കിലും ആവട്ടെ. എനിക്ക് അത്രയും ധൈര്യം ഒന്നും ആക്ച്വലി ഇല്ലായിരുന്നു. പിന്നെ നമ്മള് ചെയ്യണമല്ലോ, ഇവരൊക്കെ ധൈര്യം പിടിച്ചിരിക്കുമ്പോ നമ്മള് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇതില് ഒരു വിശ്വാസത്തില് നമ്മൾ ചെയ്തത്. പക്ഷെ വെരി റിവാർഡിങ് പ്രോസസ് ഓഫ്. നിങ്ങളുടെ ഈ ഒരു സന്തോഷം കാണുമ്പോൾ എനിക്കും ഭയങ്കര സിനിമ കാണാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി നോ അനുപമ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രേമത്തിൽ നിന്നാണ് ഒരുപാട് നല്ല വർക്കുകൾ വന്നിട്ടുണ്ട്. വെരി റീസെന്റ് JSK ആൻഡ് ദർശനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ എന്റെ ഫേവറേറ്റ് ഇപ്പോഴും സി യു സൂൺ ആണ്. എസ്പെഷ്യലി ദ ആർട്ട് ഓഫ് ക്രൈങ്, അത് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. അനുപമ കുറെ ഓൺ സ്ക്രീൻ കരഞ്ഞിട്ടുണ്ട്, ദർശന ഇതേപോലെ കാണാത്തത് കൊണ്ടാണ്. ഹൗ ഇസ് ദാറ്റ് ക്രൈങ് ബ്യൂട്ടിഫുള്ളി പോർട്രേറ്റ്? അതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്പേസിലേക്ക് അത് വരുന്ന സമയത്ത്? അനുപമയെന്ന് തുടങ്ങാം. എന്നെ കണ്ടാൽ തന്നെ അറിയാം ഞാൻ ക്രൈങ്ങില് ഭയങ്കര മാസ്റ്റർ ആണ് എന്നുള്ളത്. ക്രൈങ് ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്രൈ ചെയ്യുന്ന സമയത്ത് ബ്യൂട്ടിയെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. നമുക്ക് എന്താണ് റിയൽ ആയിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ഇമോഷൻ, അതിനെ പുറത്ത് അത് ഒന്നില്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ അത് പുറത്ത് കാണിക്കണം, ചില സമയത്ത് അത് പുറത്ത് കാണിക്കാൻ പാടില്ല. ആക്ച്വലി നമ്മൾ സാധാരണ കരയുമ്പോ എങ്ങനെയാ, നമ്മൾ കരയണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ, നമ്മൾ തന്നെ ഇരിക്കുമ്പോഴേ നമ്മൾ പൊട്ടിക്കരയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കരച്ചിൽ നമ്മൾ കൺട്രോൾ ചെയ്യല്ലേ ചെയ്യാ. സോ ബേസിക്കലി നമ്മള് റിയൽ ആയിട്ട് ലൈഫിൽ എന്താ ചെയ്യണേന്നുള്ളതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാന്നുള്ളൂ. സംടൈംസ് ഇറ്റ് വർക്ക്, സംടൈംസ് ട്രോൾ ആവും. എന്നോട് എവിടെയോ ചോദിച്ചിട്ടുണ്ട്, ഏതോ ഒരു
എന്റെ ഫ്രണ്ട്സ് ആരും എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നെ ദർശനം എന്താ ഇത് വികൃതമായിട്ട് കരയുന്നത്. ദർശനം എനിക്ക് ദർശനം എങ്ങനത്തെ കരച്ചിലൊന്നും അറിയാം. സങ്കടത്തിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ളത് ദർശനയുടെ ദേഷ്യം വരുമ്പോൾ കരച്ചില. അത് ഇതിനകത്തും ഉണ്ടല്ലോ. വരച്ചിട്ടൊക്കെ ഒരു കരച്ചിലുണ്ട് ദർശനയുടെ. സോ കൂൾ, യു നോ, സോ കൂൾ. ഭയങ്കര റിയലാ, അതെ ഭയങ്കര റിയലാ. പക്ഷെ ഇപ്പോ ഭയങ്കര റിയൽ ആയിട്ട് കരഞ്ഞൊരു വീഡിയോ ദർശനയുടെ അല്ല അനുപമയുടെ ഭയങ്കര വൈറലാണ്. ബിക്കോസ് ആ ഒരു എഫേർട്ട് മീൻ ചെയ്ത് യു റിയലി മെന്റ്. കാരണം സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴായാലും അതിനുശേഷം സിനിമയുടെ ബാക്കി ജേർണിയിലായാലും ആ പെയിൻ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണെന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു കരച്ചിലുണ്ടായിരുന്നു. വാട്ട് ആക്ച്വലി മെയ്ഡ് യു ദാറ്റ്? ഞാൻ ആക്ച്വലി അങ്ങനെ എന്റെ ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ പർദവേൽ അങ്ങനത്തെ ഒരാളാ ഞാൻ. അതായത് നോ മാറ്റർ വാട്ട് ഇസ് ഗോയിങ് മൈ പേഴ്സണൽ ലൈഫ്, ഞാൻ അത് അങ്ങനെ പുറത്ത് ഞാൻ അതിനെ കാണിക്കാറില്ല. ബിക്കോസ് ലൈക്ക് പീപ്പിൾ വോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ടു മീ. എനിക്ക് വയ്യെങ്കിലും അത് പുറത്തൊക്കെ അങ്ങനെ അറിയാറില്ല. ബട്ട് അന്ന് എന്തോ there were so many things happening in my personal life and then I was just parallelly doing this. അപ്പൊ നമുക്കൊരു ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള, അതായത് this things that are happening really bad in your life, but നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് you get like really good warm welcome from so many people. അന്ന് രാവിലെയാണ് I went to a college and ആ കോളേജില് അന്നത്തെ റെസ്പോൺസ് was like so immense. അന്ന് ഭയങ്കര ക്രൗഡും ഭയങ്കര I really wish you were there. You know, you would have really enjoyed it. I really want you to come. അന്നത്തെ ആ ഒരു റെസ്പോൺസും പിന്നെ all that little things നമ്മളിപ്പോ പറയുമ്പോ ഒരുപാട് ആൾക്കാർ ഒരുപാട് കഷ്ടത്തിലൂടെ പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് ആ കഷ്ടങ്ങളൊന്നും അല്ല. നമ്മുടെ വേൾഡ് തിങ്സ് യുവർ ലൈഫ് ഇസ് പെർഫെക്റ്റ്, ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി പെർഫെക്റ്റ്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എല്ലാം കൂടെ എനിക്കറിയില്ല. അന്ന് ഞാൻ അവിടേക്ക് I was just sitting and I was feeling something weird. ഒരു difference in the vibration I was having. അപ്പോ അത് എന്തോ അങ്ങനെ ആയിപ്പോയി. And I really feel bad that happened. I don't know. The thing is like അത് അറിയേണ്ട ആവശ്യമില്ല, അത് ഓഡിയൻസ് അറിയേണ്ട ആവശ്യം എന്താണ്? But we're human. I mean, like at the end of the day, I mean, like we're doing all of these things, but we are human. We should know things. Yeah. അതിന്റെ കമന്റ്സ് നോക്കിയായിരുന്നോ? നോക്കിയിട്ടില്ല ഞാൻ. അതിനുശേഷം ഞാൻ ഓൺലൈനിൽ തന്നെ കേട്ടിട്ടില്ല. I feel like really embarrassed by like please don't feel like that. I just don't like I don't know. I just it happened and it's like I don't like the fact that it was not in my control. No problem. Appa I just want myself to be in control. Appa I just don't like that, but yeah, it just happened. നമ്മളെ ഒരു എഫേർട്ട് അതുപോലെ ടിയേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ യു റിയലി മീൻ ദാറ്റ്. ഞാൻ അതിന്റെ കമന്റ്സ് എടുത്ത് നോക്കി, കുറച്ച് മലയാളി കമന്റ്സ് ഉണ്ട്. ലൈക്ക് നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സും വരും, നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും വരും. ഞാൻ ഏതോ ഒരു സ്ഥലത്ത് ആരോ എനിക്ക് എന്റെ അച്ഛനോ ആരോ അയച്ചതിന്റെ ഇടയിൽ ഞാൻ കണ്ടായിരുന്നു അയ്യോ പ്രൊമോഷന്റെ ഡ്രാമയാണെന്നുള്ളത്. പക്ഷേ അതൊക്കെ എന്റെ ഈശ്വര, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഞാൻ ഒരു ചെറിയൊരു പ്രസ് മീറ്റിൽ കൂടി തന്നെ കരുതി. ഞാൻ ഓഡിഷൻ മറ്റേ എന്താ പറയുക ഓഡിയോ ലോഞ്ചിൽ എനിക്ക് അറിയായിരുന്നല്ലോ. തെലുങ്കു കമന്റ്സ്, കന്നഡ കമന്റ്സ്, തമിഴ് കമന്റ്സ് അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ വായിച്ചു. ഓവർവെൽമിങ്. ഒരുപാട് ആൾക്കാർ അത്രയും സ്നേഹത്തോടെയും കാര്യത്തോടെയും റെസ്പെക്റ്റോടെയും കാണുന്ന ഒരാളാണ് അനുപമ. അതെനിക്ക് ആ ഒരു കമന്റ് സെഷനിൽ നിന്ന് മനസ്സിലായി. ബിക്കോസ് അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട് യുവർ ടിയേഴ്സ്. പക്ഷെ ആക്ച്വലി എനിക്ക് ഇതിന് മുന്നേ ഒരു സിറ്റുവേഷൻ ഇതേപോലെ തന്നെ ഒരുപാട് സ്നേഹവും അല്ലെങ്കിൽ സഹതാപവും മറ്റേ പോസിറ്റിവിറ്റി ഒക്കെ കൊണ്ടുവന്നതായിരുന്നു. ഞാൻ എൻ്റെ ഏതൊരു ഫിലിമിന്റെ സക്സസ് മീറ്റിന് ഞാൻ പോയ സമയത്ത് എന്നെ സംസാരിക്കാൻ വിട്ടില്ല എന്ന് പറയുന്നത് ഒക്കെ പറഞ്ഞിരുന്നു. ബട്ട് ആക്ച്വലി ഐ വാസ് നോട്ട്, ഞാനത് പേഴ്സണലായിട്ട് എടുത്തൊരു കാര്യമല്ല. എനിക്കത് അങ്ങനെ ഒരു വലിയൊരു സ്റ്റാറാണ് നമ്മളെല്ലാവരും. ഇപ്പൊ ഞാനടക്കം ആ ഒരു സ്റ്റാർ അവിടെ വരാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. സോ എനിക്കറിയാം ഒരു സ്റ്റാർ വരുന്ന സമയത്ത് നമുക്ക് എക്സൈറ്റ്മെന്റ് ആ സ്റ്റാർ പറയുന്നത് കേൾക്കാനാണ്. അപ്പൊ അവിടെ അവരൊക്കെ അവര് ആളെ കാണണം, ആളെ സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ ബഹളം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഓക്കെ ഫൈൻ, ഇപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ സ്റ്റാർ ആളാണ്, സോ ലെറ്റ് മീ ജസ്റ്റ് ഗോ എന്ന് പറഞ്ഞ് ഞാൻ വളരെ നോർമൽ ആയിട്ടാ പോയത്. പക്ഷെ ദ കൈൻഡ് ഓഫ് റെസ്പോൺസ് പീപ്പിൾ ആക്ച്വലി, അതായത് എന്തുകൊണ്ടാണ് റെസ്പെക്ട് ചെയ്യാത്ത സ്ത്രീയെ, അത് അവരുടെ സിനിമയല്ലേ, എന്താ പറയാ അവര് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആര് സംസാരിക്കുന്നൊക്കെ പറയുന്നത് വാസ് ലൈക്ക് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ദാറ്റ് മെയ്ഡ് മീ ഫീൽ സോ ഹാപ്പി. അതായത് നമ്മുടെ സൊസൈറ്റിയുടെ പ്രോഗ്രഷൻ ആണെങ്കിലും എംപത്തി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കണ്ടപ്പോൾ ഐ വാസ് റിയലി ഓവർവെൽംഡ് ബൈ ദാറ്റ്. വാസ് ജസ്റ്റ് ഫീലിംഗ് വെരി വെരി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു. മലയാളം കമന്റ്സ് കണ്ടിട്ടുണ്ട്, തെലുഗു, കന്നഡ, നിങ്ങൾ പറഞ്ഞ പോലെ പല സ്ഥലത്തു നിന്നും. സോ ഐ റിയലി റിയലി താങ്ക് യു. ഇങ്ങനെ ആക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഒരു ഹ്യൂമൻ ബീങ്സ് ആണ്
എന്ന് മനസ്സിലാക്കി ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ. ആ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ എല്ലാ വാല്യൂം ഈ സിനിമയ്ക്ക് ഉണ്ടാവും, ഡാം ഷുവർ. ബിക്കോസ് മലയാളത്തിലും കന്നഡയിലും തെലുങ്കുലുമാണ് ഐ തിങ്ക് ഇറ്റ്സ് റിലീസിങ്. കന്നഡ മറ്റേ തിയേറ്ററില് മലയാളത്തിലും തെലുഗുലാണ്. ഒരുപാട് ടെറൈൻസ് കവർ ചെയ്യുന്ന ഒരു ലൊക്കേഷൻസ് ഉണ്ട്. പറഞ്ഞ പോലെ ഫസ്റ്റ് ഷോട്ട് എടുത്തത് മണാലിയിലായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ഈ ട്രാവൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തത്? ബിക്കോസ് യു 3 were 2 മലയാളികൾ. അതിന്റെ മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ചിരി കാണുമ്പോ ആള് വിചാരിക്കും ரொம்ப ഫണ്ണാരും തിരിച്ച്. എന്റെ ദൈവമേ, ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ഡിഫിക്കൾട്ട് ടെറേൻ. ആൻഡ് ലൈക് ഷീ സൈഡ്, അസുഖങ്ങൾ കുറച്ചു കാലം ഷീൽ ബി അവേ, തിരിച്ചു വരുന്ന ദിവസം മാമിന് അസുഖമാവും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്ക് വരും. അപ്പൊ ഇതിങ്ങനെ യൂണിറ്റിൽ മുഴുവൻ അത്രയും ബുദ്ധിമുട്ടായിരുന്നു ആ ടെറേൻ ഹാൻഡിൽ ചെയ്യുക. ആൻഡ് ഇറ്റ്സ് നോട്ട് കുറച്ച് ദിവസത്തേക്കല്ല, ഒരാഴ്ചയല്ല, കുറെ കാലത്തേക്ക് ഞങ്ങൾ ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് എ ലിറ്റിൽ ടു ഡിഫിക്കൾട്ട്. അതെ, ആക്ച്വലി വേറെ വല്ല പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ they would have given up on this project is what I feel. കാരണം അത്രയും ബുദ്ധിമുട്ടുകളായിരുന്നു. സ്കെഡ്യൂളൊക്കെ 24 ദിവസത്തിന്റെ സ്കെഡ്യൂളൊക്കെ സ്ക്രാപ്പ്, അതായത് അങ്ങനെ റാപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരാന്ന് പറയുമ്പോൾ എത്ര ലോസ്. And it's not just apart from this, I mean environmentally also it was a little bit of a landslide ഉണ്ടായിരുന്നു. അപ്പൊ ലൈക്ക് ഞങ്ങൾ ഒരു ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ബ്രിഡ്ജ്, at some point she fell sick, we had to wrap, we came back 2 days later we are seeing videos of that whole bridge collapsing. ഞങ്ങൾ അന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ ഭയങ്കര കാറ്റ്, ലൈക്ക് നമ്മളിങ്ങനെ മൂവ് ചെയ്യാ വിത്ത് ദ കാറ്റ്, നമുക്ക് ലൈക്ക് we are not able to hold fort. അങ്ങനെയുള്ള ലൈക്ക് വെരി aesthetically looks very nice in the film, for the shot, but for that then moment especially, rest in peace to Sisu. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഫണ്ണുമായിരുന്നു. ആൻഡ് അനുപമയുടെ വേറൊരു കാര്യം, ആസ് എ മലയാളി, പിന്നെ നമ്മൾ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. 17 ആണോ? ആണെങ്കിൽ 7 വയസ്സിൽ പ്രയോഗം ചെയ്യാൻ അല്ല, ഞാൻ അവിടെ നിന്ന് പോയതാ. ഹൗ വാസ് വർക്കിംഗ് വിത്ത് നിഖിൽ? ബിക്കോസ് നമ്മളൊക്കെ ഹാപ്പി ഡേയ്സ് രാജേഷിനെ കാണുന്നതാണ്, കാർത്തികേയ 2, പിന്നെ 18 pages. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നിഖിൽ അതിലെ പോലെ തന്നെയാണ് ഏകദേശം. മറ്റിങ്ങനെ ഭയ്യ ఏంటి ഭയ്യ చెప్పండి ഭയ്യ ലെറ്റ്സ് ഡു ഇറ്റ് ഭയ്യ, അതേപോലെ ഏകദേശം വളരെ സിമിലർ ആയിട്ടുള്ള കഥാപാത്രമാണ്. ഞാൻ പറയുന്നത് അപ്പുവിന്റെ പുറകെ പോകുന്നത് അതൊന്നും അല്ല, ബട്ട് ജനറലി ആളുടെ ഒരു എനർജി അങ്ങനെയാണ്. 2 സിനിമ ചെയ്തു, പ്രാക്ടിക്കലി 1 സിനിമ ചെയ്തുള്ളൂ. കാരണം 2ാമത്തെ സിനിമയിൽ ഞങ്ങൾക്ക് ആകെ ഒരേ ഒരു കോമ്പിനേഷൻ ഷോട്ടേ ഉള്ളൂ. ദാറ്റ് വാസ് എ വെരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലവ് സ്റ്റോറി. 2 പേരും ഒരിക്കലും മീറ്റ് ചെയ്യില്ല, ബട്ട് ഒരേ ഒരു ഷോട്ട് അങ്ങനത്തെ ആയിരുന്നു. ബട്ട് 1 ഫിലിം കാർത്തികേയ വാസ് വെരി എന്റർടൈനിങ്. ഞങ്ങൾ അതും ഇതേപോലെ നാട് മൊത്തം കറങ്ങിയിട്ട് ചെയ്ത ഫിലിം ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഫൺ ആൻഡ് ഇറ്റ് ഫീൽസ് നൈസ്. നമ്മള് സിനിമയിൽ മാത്രം കണ്ട് ചെറുപ്പത്തിൽ വളർന്ന് കണ്ട ആൾക്കാരെയൊക്കെ നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ നമ്മളത് പെട്ടെന്ന് അറിയില്ലേ, ബട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾ ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ് തോന്നുക. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. ഒരുപാട് സന്തോഷം. പരദ അതേപോലെ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് പറക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.